അല്ല. ഇവനെങ്ങനെ ഇത് പറയാതിരിക്കുന്നു? ഇത്രയും നാളും വളർത്തിയ കൊച്ചില്ല. വരവും പോക്കും നടപ്പും നിന്റെ കൂടെ. പിന്നെ ഇനിയിപ്പോ വേണ്ട, ഞാൻ പറയുന്നില്ല. പറയാൻ എന്റെ നാവ് പോലും നാണിക്കുന്നു. നിർത്തടി. നിനക്ക് നാണോ? ആ വാക്ക് എന്താന്ന് പോലും നിനക്കറിയോ? നീ ഇവളുടെ വാക്ക് കേട്ടിട്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് പലതും മറക്കേണ്ടി വരും. എന്റെ അമ്മ എന്നേക്കാൾ സ്നേഹിച്ചത് നിന്നെയാ. എടാ, അവര് മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പി തന്നു നിനക്ക് തന്നെയാ. ഇതൊക്കെ ഞാൻ മറന്നാ പിന്നെ നീ ഇല്ല. നീ എന്നെ എന്ത് ചെയ്യുമെന്ന പറയടാ, എന്ത് ചെയ്യുമെന്ന്? രോഹിത്തെ, വേണ്ട. പലരുടെയും ജീവിതം തകർത്തോണ്ട് നീ പോയി കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് നിന്റെ നാശത്തിനുള്ള കളിയാ. എടാ എടാ, ഒന്നുമില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ശ്രമിച്ച് കൊക്കെ തള്ളിയതല്ലേ ഇവള്, അല്ലേ? അതൊക്കെ നീ മറന്നാ? നീ ജയിലിൽ കയറിയോളാ, പക്ഷെ കൊലക്കുറ്റത്തിലല്ലോ. പക്ഷേ എന്നെ നീ ജയിലിൽ കയറ്റരുത്. അങ്ങനെ കേറാൻ വിധി ഉണ്ടെങ്കിൽ നിന്നെയും തീർത്തിട്ടേ ഞാൻ പോവൂ. രോഹിത്തെ, കൂടുതലൊന്നും സംസാരിക്കില്ല. നീ ഇപ്പൊ ഞങ്ങളോട് വാ. പോടാ, ഞാൻ വരുന്നില്ല. എനിക്ക് ഇവളെ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് വേണമെങ്കിലേ നീ അങ്ങ് കെട്ടിക്കോ. വേണ്ട, ഒന്നും ചെയ്യണ്ട വിഷ്ണുവേട്ട. വിഷ്ണുവേട്ടൻ രോഹിത്തിനോട് ഇനി ഒന്നും പറയണ്ട. രോഹിത്തിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. വെറുതെ അല്ല, ഇല്ല ചിറക്കാൻ കുടിച്ചു പറഞ്ഞ് 4 കാലിൽ പോലും നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിൽ ബഹളി പിടിച്ച് കിടക്കുക. ഇതാണ് അവസ്ഥ. മോളെ എടുത്ത പോലെ നൈസായിട്ട് അമ്മയങ്ങ് എടുത്തില്ലേ? ചന്ദ്രബോസേ, നീ വെറുതെ ചൊറിയാൻ വരണ്ട. വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ നിക്കടാ. എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുമ്പോ നിനക്കങ്ങ് ചൊറിയൊന്നു. ഞാനിപ്പോഴേ സർവീസിലാണെന്ന് അറിയാലോ. എടാ, സർവീസിലിരിക്കുന്ന ഒരു പോലീസ് തന്നെ തൊട്ടാ തന്നെ പ്രശ്നം. അപ്പൊ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ തൊട്ടാലോ? വീട്ടിൽ കിടന്ന് ഉറക്കില്ല കേരള പോലീസ്. അതിരിക്കട്ടെ, ഇപ്പൊ രണ്ടും കൂടി എവിടെ പോയിട്ട് വരുന്നു? രോഹിത്തിനെ വിളിക്കാൻ വന്നേണോ? എടാ, ഈ രീതിയിലൊക്കെ വന്ന് അവൻ വരുവോ? അല്ലാണ്ട് തന്നെ അവന്റെ മനസ്സ് നിറയെ സംശയം. ഇതിപ്പോ കൊച്ചും കൂടി അവന്റെ അല്ലാന്ന് അറിഞ്ഞപ്പോ സംശയം ഒന്നുകൂടെ കൂടിയേ. നീ എവിടെ പോകാ? നിക്ക്. അതെ, എനിക്കൊരു കാര്യം സത്യസന്ധമായിട്ട് അറിയണമെന്നുണ്ട്. അവിടെ കൂടെ കേൾക്കാൻ വേണ്ടിയാ. അതിന് നീ ഒരു കൃത്യമായിട്ടുള്ള മറുപടി തരണം.
ഞാൻ അങ്ങനെ പലതും പറയും. എടാ നിന്റെ മനസ്സിൽ കള്ളമില്ലെങ്കിൽ പിന്നെ നീ എന്താടാ പേടിക്കുന്നേ? എടാ നിങ്ങൾ ഈ ഭാര്യയും ഭർത്താക്കന്മാരെയും പോലുള്ള നടത്തം കണ്ട ആർക്കാടാ സംശയം തോന്നത്തെ? വിഷ്ണുവേട്ടാ വാ നമുക്ക് പോവാം. അവിടെ നിൽക്കു വച്ചേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തീർക്കട്ടെ. വിഷ്ണുവേട്ടാ വന്നേ, നമുക്ക് പോവാം. ചന്ദ്രബോസേ, എനിക്ക് അല്പം തിരക്കുണ്ട്. തിരക്കില്ലാത്തൊരു ദിവസം നിന്നെ ഞാൻ വിളിക്കാം. അന്ന് നീ പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള മറുപടിയും തരാം. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള മറുപടി. ഇപ്പൊ വിട്ടുപിടിക്കേ. ക്ഷമവാ, നിക്കട, അതായിരിക്കും നിനക്ക് നല്ലത്. ഇവിടെ നിന്നാലേ ഞാൻ ഇനി എന്തെങ്കിലും ചൊറിഞ്ഞു ചോദിച്ചോണ്ടിരിക്കും. രണ്ടു മക്കളെ രണ്ടിടത്താക്കി ഭാര്യയെ കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി കുടിയിരുത്തി ഭാര്യയുടെ അനിയത്തെയും കൊണ്ട് കറങ്ങുന്ന നിന്നെ പൂ വിട്ട് പൂജിക്കണ്ടേ? ഞാൻ ജനിക്കുന്നുണ്ടെങ്കിലേ നിന്റെ നാളിൽ ജനിക്കും. ഇതെങ്ങനെ ഇപ്പം തുടങ്ങിയതാണോ അതോ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് പാവൻ രോഹിതിനെ അറിഞ്ഞുകൊണ്ട് ബലിയാടാക്കിയതാണോ? ചന്ദ്രബോസേ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ പുഴുത്ത നാവ് വെച്ച് നീ ഇനി അനാവശ്യം പറഞ്ഞ ആ നാവ് വലിച്ചും പുറത്തേക്കിടും. അത് ശരി, അപ്പൊ ഞാൻ പറയുന്നേ കുഴപ്പം? അപ്പൊ ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ഇനിയിപ്പോ എങ്ങോട്ടാ?